പക്ഷേ റിയൽ ലൈഫ് ആയിട്ടുള്ള പാവം പാവം പോസ്റ്റർ ഫാൻസി yeah that's why I have worked in Hindi Tamil Abhinay Chetandu but Malayalam and you all should go and watch the movie go with your friends family everyone we need your support get to support channel thank you so much പോസ്റ്റ് ആയിട്ട് ജീവിച്ചു and also Devai Shemik Yoga for the wrong Malayalam whatever ഫസ്റ്റ് മൂവി സൂപ്പർ thank you so much നമ്മൾ സാധാരണ വളർച്ച കണ്ടുന്നത് നമ്മൾ ആ പ്രേതത്തെ സ്നേഹിച്ചില്ല സാധാരണ പ്രേതത്തിനോട് നമുക്ക് സ്നേഹം തോന്നുന്നതാണ് ഗാനങ്ങൾ നന്നായിട്ടുണ്ട് അതിനുപരിയായിട്ട് മേക്കിങ് നമുക്ക് ലാഗ് വന്നിട്ട് നമ്മൾ കണ്ണെടുക്കാൻ ലാഗൊക്കെ തോന്നും മത്സരിക്കുമ്പോൾ ചെറിയൊരു പോരായ്മ തോന്നി അതേ ഉള്ളൂ പെർഫെക്റ്റ് അതായത് ടെക്നിക്കൽ പെർഫെക്റ്റ് പടം അടിപൊളി പടം കിടനായിട്ടുണ്ട് സൈൻഡാണ്ട് കിടനായിട്ടുണ്ട് അതിൻ്റെ അവസാനം വരെ പുള്ളിക്കരോളം നല്ല പടം ടെക്നിക്കലി കാണാൻ ഇഷ്ടപ്പെടുന്നവർ ടെക്നിക്കൽ കാണാൻ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് വാച്ച് പടം അങ്ങനെയാണ് സെക്കൻഡ് പാർട്ടുണ്ട് അത് എന്താണ് അവസാനിച്ചിരിക്കുന്നത് ഒരു ഹൊറർ മൂവി അല്ല കുറച്ചും കൂടി വ്യത്യാസമുണ്ട് ഓഫ്കോഴ്സ് ഹൊറർ മൂവിയുടെ എല്ലാ ചേരുവകളും അതിനകത്ത് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ നല്ലതായിരുന്നു ഞാൻ എൻജോയ് ചെയ്തു പുതിയ ആർട്ടിസ്റ്റുകൾ നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ മോക്ഷയെ നമുക്കറിയാം ഇതിനു മുമ്പ് വിജയൻ്റെ പടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കള്ളനും ഭഗവതിയിലും കണ്ടതാണ് ഈ പടത്തിൽ വളരെ ഡിഫറെൻ്റ് ആണ് പിന്നെ മോക്ഷ നമുക്ക് മലയാളികൾക്ക് കിട്ടിയിട്ടുള്ള എന്താ പറയുക വളരെ സുന്ദരമായൊരു മുഖം കൂടിയാണ് മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഡാൻസറാണ് അതുപോലെ തന്നെ ഈ സിനിമയിൽ നമുക്ക് കുറച്ചും കൂടി മോക്ഷയുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ നമ്മൾ അതായത് ടാലൻസ് നമ്മൾ കാണുന്നുണ്ട് ഈ സിനിമയിൽ അങ്ങനെ നോക്കുമ്പോൾ നല്ല സിനിമയാണ് അത് ഞാനിപ്പോൾ മുഴുവൻ അത് സ്പോയിലറായിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിൽ ആരാണ് യക്ഷി ആരാണ് അത് ഞാനിപ്പോൾ പറയുന്നില്ല ഇത് കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ മോക്ഷ മാത്രമല്ല പുതിയ ആർട്ടിസ്റ്റുകളും എനാക്ഷി എന്ന് പറഞ്ഞ പുതിയ ആർട്ടിസ്റ്റ് ആ കുട്ടി നന്നായി ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ടോട്ടലി ഫീൽ ഗുഡ് ഹൊറർ എന്ന് പറയുന്നതുമായിട്ട് ഒപ്പം തന്നെ നമുക്ക് സാധാരണ ഹൊറർ മൂവിയിൽ കുറേ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം പക്ഷേ ഇതിൽ നമുക്ക് കുറച്ചും കൂടി നല്ല മെസ്സേജസ് കിട്ടുന്നുണ്ട് അങ്ങനെയും ഒരു കാര്യം ഈ സിനിമയ്ക്കുണ്ട് അതെ ഹൊററാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അതായത് ഹൊററാണെങ്കിലും 4 ജോണറിൽ ഉൾപ്പെടുത്താം അതായത് ഒരു ഫാമിലി ഹൊറർ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പിന്നെ കോമഡി അങ്ങനെ ഒരു 4 ജോണറിൽ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം കാരണം അങ്ങനെ ഒരു മേക്കിങ് കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും പടം അതാണ് ഞാൻ പറഞ്ഞത് ഫൈറ്റൊക്കെ ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണും കാരണം സൗണ്ടൊക്കെ വരുമ്പോഴാണ് ഫൈറ്റിൻ്റെ ഒരു നമുക്ക് എന്താ പറയുക ഒരു ത്രില്ല് നമുക്ക് കിട്ടുന്നത്